വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള ടോപ്പിക് എന്നുള്ളത് ഓൾഡ് ഇംഗ്ലീഷ് ടു മീഡിയവൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ റൊമാൻസ്, ബിയോൾഫ് ആൻഡ് ബ്രഡ്, ദ റൈസ് ഓഫ് തിയേറ്റർ, ചേർച്ച് ആൻഡ് തിയേറ്റർ, മൊറാലിറ്റി, മിറാക്കിൾ ആൻഡ് മിസ്റ്ററി പ്ലേസ്, ദ ചേർച്ച് ആൻഡ് ലിറ്ററേച്ചർ. ഇത്ര ടോപ്പിക്സാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടോപ്പിക്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ഓൾഡ് ഇംഗ്ലീഷിൽ നിന്നും മിഡിൽ ഇംഗ്ലീഷിലേക്കുള്ള ഷിഫ്റ്റ് എന്നുള്ളത് സേ മൂവ് ഫ്രം ഹീറോയിക് എപ്പിക് പോയട്രി എക്സംപ്ലിഫൈഡ് ബൈ ബിയോൾഫ് ടു ദ റൈസ് ഓഫ് റൊമാൻസ് വിത്ത് ദ ബ്രഡ് ബീയിങ് എ നോട്ടബിൾ എക്സാമ്പിൾ ഓഫ് ഏർലി മിഡിൽ ഇംഗ്ലീഷ് വേഴ്സ് റൊമാൻസ്. ഈ ഒരു ട്രാൻസിഷൻ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എ ചേഞ്ച് ഇൻ ലിറ്റററി തീംസ് ആൻഡ് ഫോംസ് ഫ്രം ദ ഹീറോയിക് ആൻഡ് റിയലിസ്റ്റിക് ടു ദ മോർ എസ്കേപ്പിസ്റ്റ് ആൻഡ് ഷിവൽറിക്. ഓൾഡ് ഇംഗ്ലീഷ് എന്നുള്ളത് ബിയോൾഫ് എന്നുള്ളത് ദിസ് എപ്പിക് പോയം റിട്ടൺ ഇൻ ഓൾഡ് ഇംഗ്ലീഷ് tells the story of the hero Beowulf who fights monsters like Grendel and his mother. ഗ്രണ്ടൽ പോലെയുള്ള മോൺസ്റ്റേഴ്സിനെതിരെയായിട്ടാണ് ബിയോൾഫ് ഫൈറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് കൺസിഡർ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ഓഫ് ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കായിട്ടാണ് ഈ ഒരു വർക്ക് കൺസിഡർ ചെയ്യുന്നത്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓൾഡ് ഇംഗ്ലീഷ് ഹീറോയിക് പോയട്രി ലൈക്ക് ബിയോൾഫ് എംബസൈസ് ചെയ്യുന്നുണ്ട് ദ ഹീറോസ് സ്ട്രെങ്ത്, കറേജ് ആൻഡ് ലോയാലിറ്റി ഇൻ ദർ കെയിൻ. ഇറ്റ്സ് ഓഫ്റ്റൻ ക്യാരക്ടറൈസ്ഡ് ബൈ അലിട്രേഷൻ ആൻഡ് ഫോക്കസ് ചെയ്യുന്നുണ്ട് ഓൺ ഹീറോയിക് ഡെഡ്സ് ആൻഡ് ബാറ്റിൽസ്. മിഡിൽ ഇംഗ്ലീഷ് റൊമാൻസ് എന്നുള്ളത് ആസ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇവോൾവ്ഡ് സോ ഡിഡ് ഇറ്റ്സ് ലിറ്ററേച്ചർ. മിഡിൽ ഇംഗ്ലീഷ് സേ ദ റൈസ് ഓഫ് റൊമാൻസ്, എ ഷോണർ ദാറ്റ് ഓഫ്റ്റൻ ഫ്യൂച്ചേർഡ് ഷിവൽഡ്രസ് ഹീറോസ്, ലവ് സ്റ്റോറീസ് ആൻഡ് ഫാൻറ്റസ്റ്റിക് അഡ്വഞ്ചേഴ്സ് ഒക്കെ ഈ ഒരു ഷോണറിലെ ഫ്യൂച്ചറാണ്. The Brut, written by Lamon in the late 12th century, is an example of an early Middle English verse romance. Early Middle English verse romanceന് ഒരു ഉദാഹരണമാണ് ദ ബ്രട്ട് എന്ന വർക്ക് എന്നുള്ളത്. ഇറ്റ് ടെൽസ് ദ ഹിസ്റ്ററി ഓഫ് ദ കിങ്സ് ഓഫ് ബ്രിട്ടൻ. ബ്രിട്ടനിലെ കിങ്സിൻ്റെ ഹിസ്റ്ററിയാണ് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് ലാംഗ്വേജ് ആൻഡ് സ്റ്റൈൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ദ ട്രാൻസിഷൻ ഫ്രം ഓൾഡ് ഇംഗ്ലീഷ് ഹീറോയിക് പോയട്രി ടു ദ മോർ റൊമാൻറ്റിക് ഫോം ഓഫ് ലിറ്ററേച്ചർ. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് എടുത്തു നോക്കുകയാണെങ്കിൽ മിഡിൽ ഇംഗ്ലീഷ് റൊമാൻസ് എന്നുള്ളത് പലപ്പോഴും ഫ്യൂച്ചർ എലമെൻറ്റ്സ് ഓഫ് ഷിവൽറി, കോട്ട്ലി ലവ് ആൻഡ് ഫാൻറ്റസ്റ്റിക്കൽ ക്രിയേച്ചേഴ്സ്. ദേ ആർ ജനറലി മോർ എസ്കേപ്പിസ്റ്റ് ഇൻ നാച്ചർ ദാൻ ദ ഹീറോയിക് പോയട്രി ഓഫ് ഓൾഡ് ഇംഗ്ലീഷ്. ഇനി ഡിഫറൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഫോക്കസ് ചെയ്യുന്നുള്ളത് ഓൾഡ് ഇംഗ്ലീഷ് പോയട്രി ഫോക്കസ് ചെയ്യുന്നുണ്ട് ഓൺ ഹീറോയിക് ഡെഡ്സ് ആൻഡ് ദ സ്ട്രെങ്ത് ഓഫ് ഇൻഡിവിജ്വൽ ഹീറോസ്, വൈൽ മിഡിൽ ഇംഗ്ലീഷ് റൊമാൻസ് എംബസൈസ് ചെയ്യുന്നുള്ളത് ഷിവൽറി, ലവ് ആൻഡ് അഡ്വഞ്ചർ. ഓൾഡ് ഇംഗ്ലീഷ് എന്നുള്ളത് വാസ് എ മോർ ജർമ്മനിക് ലാംഗ്വേജ് ആണ്, വൈൽ മിഡിൽ ഇംഗ്ലീഷ് എന്നുള്ളത് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫ്രഞ്ച് ആൻഡ് ലാറ്റിൻ ഇൻഫ്ലുവൻസ് ചെയ്തതാണ് മിഡിൽ ഇംഗ്ലീഷ്. അതുപോലെ തന്നെ മോർ ജർമ്മനിക് ലാംഗ്വേജ് ആണ് ഓൾഡ് ഇംഗ്ലീഷ് എന്നുള്ളത്. ഇനി ഓൾഡ് ഇംഗ്ലീഷ് പോയട്രി എന്നുള്ളത് വാസ് ഓഫ്റ്റൻ അലിറ്ററേറ്റീവ്, വൈൽ മിഡിൽ ഇംഗ്ലീഷ് റൊമാൻസ് എന്നുള്ളത് കുഡ് ബി റിട്ടൺ ഇൻ വാരിയസ് ഫോംസ് ഇൻക്ലൂഡിംഗ് റൈമിംഗ്, കപ്ലെറ്റ്സ് ആൻഡ് സ്റ്റാൻസാസ്. Transition from Old English to Medieval English theatre, say shift from liturgical drama within the church to more popular and secular forms of theatre. Initially theatre emerge ചെയ്യുന്നത് ഫ്രം ചേർച്ച് സർവീസിൽ നിന്നാണ്. അതുപോലെ തന്നെ 10ാം നൂറ്റാണ്ടിലും 11ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു ചേർച്ച് സർവീസ് അതുപോലെ തന്നെ തിയേറ്റർ എമേർജ് ചെയ്യുന്നത്. ബൈ ദ ഹൈ മിഡിൽ ഏജസ് റിലീജിയസ് ഡ്രാമ എന്നുള്ളത് ലൈക്ക് മിസ്റ്ററി സൈക്കിൾസ് ആൻഡ് മിറാക്കിൾ പ്ലേസ് വെർ സ്റ്റേജ്ഡ് ഔട്ട്സൈഡ് ദ ചേർച്ച്. ഈ ഒരു മിസ്റ്ററി അതുപോലെ തന്നെ മിറാക്കിൾ പ്ലേസൊക്കെ ചേർച്ചിൻ്റെ ഔട്ട്സൈഡാണ് അവതരിപ്പിച്ചുകൊണ്ടുണ്ടായിട്ടുള്ളത്. റിട്ടൺ ഇൻ ദ വേർണാക്കുലർ ടു റീച്ച് എ വൈഡർ ഓഡിയൻസ്. ഈ ഒരു പീരിയഡ് എന്നുള്ളത് ഓൾസോ സേ ദ റൈസ് ഓഫ് മൊറാലിറ്റി പ്ലേസ് ആൻഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് കോമഡി ഇൻഫ്ലുവൻസ്ഡ് ബൈ പോപ്പുലർ ട്രഡീഷൻസ് ലൈക്ക് ദ ഫീസ്റ്റ് ഓഫ് ഫോൾസ്. ഓൾഡ് ഇംഗ്ലീഷ് ഓർ ഏർലി മിഡീവൽ തിയേറ്റർ എന്നുള്ളത് ലിറ്റർജിക്കൽ ഡ്രാമ തിയേറ്റർ എന്ത് ചെയ്യുന്നുണ്ട് ബിഗൻ ആസ് എ പാർട്ട് ഓഫ് ചേർച്ച് സർവീസ്. ചേർച്ച് സർവീസസിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു തിയേറ്റർ തുടങ്ങുന്നുള്ളത്. വിത്ത് ക്ലർജിമാൻ പെർഫോം ചെയ്യുന്നുണ്ട് ഡ്രാമാസ് വിത്തിൻ ദ ചേർച്ച് സെറ്റിംഗ്. ലാംഗ്വേജ് എന്നുള്ളത് ദിസ് ഏർലി ഡ്രാമാസ് വർ ടൈപ്പിക്കലി പെർഫോംഡ് ഇൻ ലാറ്റിൻ ഭാഷയിലാണ് എന്ത് ചെയ്തിരുന്നത് പെർഫോം ചെയ്തിരുന്നത്. കണ്ടന്റ് എന്നുള്ളത് ദ പ്ലേസ് വർ പ്രൈമർലി ഫോക്കസ് ഓൺ റിലീജിയസ് തീംസാണ് ഫോക്കസ് ചെയ്തിരുന്നത്, ഇൻക്ലൂഡിങ് സ്റ്റോറീസ് ഫ്രം ദ ബൈബിളിൽ നിന്നുള്ള സ്റ്റോറിയും അതുപോലെ തന്നെ സെയിൻസിൻ്റെ ജീവിതമൊക്കെയാണ് ഈ ഒരു കണ്ടന്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളത്.
Shift to vernacular. Religious dramas എന്നുള്ളത് were translated into the vernacular language to make them more accessible to the general population. ജനറൽ പോപ്പുലേഷനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് വേർണാക്കുലർ ലാംഗ്വേജിലേക്ക് ചെയ്യുന്നുണ്ട്, റിലീജിയസ് ഡ്രാമാസ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. ഔട്ട്ഡോർ പെർഫോമൻസ് എന്നുള്ളത് പ്ലേസ് വേർ മൂവ്ഡ് ഔട്ട്സൈഡ് ദ ചേർച്ച് ആൻഡ് ഇൻ ടു ചേർച്ച് കോർട്ട്യാർഡ്സ് ആൻഡ് അതർ പബ്ലിക് സ്പേസസ്. മിസ്റ്ററി ആൻഡ് മിറാക്കിൾ പ്ലേസ് എന്നുള്ളത് ഇത് സൈക്കിൾസ് ഡെപ്പിക്റ്റ് ചെയ്യുന്നത് ബൈബിളിക്കൽ സ്റ്റോറീസ് ആൻഡ് ദ ലിവ്സ് ഓഫ് സയൻസ്. മൊറാലിറ്റി പ്ലേസ് എന്നുള്ളത് എമേജ് ചെയ്യുന്നുള്ളത് 1400-കളിലാണ് യൂസ് ചെയ്യുന്നുള്ളത്. അലിഗറൽ ക്യാരക്ടേഴ്സ് ടു എക്സ്പ്ലോർ മോറൽ ആൻഡ് റിലീജിയസ് തീംസ് ആണ് എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത്. ഫീസ്റ്റ് ഓഫ് ഫൂൾസ് എന്നുള്ളത് ഈ ഒരു ട്രഡീഷൻ പ്ലേഡ് എ റോൾ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് കോമഡി ആൻഡ് സെറ്റയർ. കോമഡി അതുപോലെ തന്നെ സെറ്റയറൊക്കെ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫീസ്റ്റ് ഓഫ് ഫൂൾസ് എന്നുള്ളത്. ഗിൽസ് ആൻഡ് ടൗൺസ് എന്നുള്ളത് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ചേഞ്ചസ് കാരണമായിട്ട് ഗ്രോത്ത് ഓഫ് ഗിൽസ് ആൻഡ് ടൗൺസ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിച്ച് ഇൻഫ്ലുവൻസർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് തിയേറ്റർ, ഇത് കാരണമായിട്ട് തിയേറ്ററിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. സെക്യുലർ ഡ്രാമ എന്നുള്ളത് ഏർലിയസ്റ്റ് സെക്യുലർ ഡ്രാമ ദ പ്ലേ ഓഫ് ദ ഗ്രീൻവുഡ് എഴുതിയിട്ടുള്ളത് 1276-കളിലാണ്. മെഡീവൽ തിയേറ്ററിൻ്റെ കീ ഫ്യൂച്ചേഴ്സ് എടുത്തൊക്കെയാണെങ്കിൽ റിലീജിയസ് തീംസ് എന്നുള്ളത് സ്ട്രോങ് എംബസൈസ് ഓൺ റിലീജിയസ് നെറേറ്റീവ്സ്, പെർട്ടിക്കുലർലി ബൈബിളിക്കൽ സ്റ്റോറീസ് ആൻഡ് ദ ലിവ്സ് ഓഫ് സയൻസ്. വേർണാക്കുലർ ലാംഗ്വേജ് ആണ് ദ യൂസ് ഓഫ് ദ കോമൺ ലാംഗ്വേജ് ടു മേക്ക് പ്ലേസ് ആക്സസിബിൾ ടു എ വൈഡർ ഓഡിയൻസിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് വേർണാക്കുലർ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്. ഔട്ട്ഡോർ പെർഫോമൻസ് എന്നുള്ളത് സ്റ്റേജിങ് പ്ലേസ് ഇൻ ഓപ്പൺ സ്പേസസ് ലൈക്ക് ചേർച്ച്, കോർട്ട്യാർഡ്സ് ആൻഡ് മാർക്കറ്റ് പ്ലേസസ്. ഡിവേഴ്സ് ഓഡിയൻസ് പ്ലേസ് വർ എൻജോയ്ഡ് ബൈ പീപ്പിൾ ഓഫ് ഓൾ സോഷ്യൽ ക്ലാസ്സസ്, എല്ലാ സോഷ്യൽ ക്ലാസ്സസിലുള്ള പീപ്പിളും ഈ ഒരു പ്ലേസൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. മോറൽ ആൻഡ് അലിഗറിക്കൽ കണ്ടന്റ് പ്ലേസ് എന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് മോറൽ ആൻഡ് റിലീജിയസ് ഇഷ്യൂസ് ത്രോ അലിഗറിക്കൽ ക്യാരക്ടേഴ്സ് ആൻഡ് സിംബലിക് ഇമാജറി. എമർജൻസ് ഓഫ് കോമഡി എന്നുള്ളത് ദ ഫീസ്റ്റ് ഓഫ് ഫൂൾസ് ആൻഡ് അതർ പോപ്പുലർ ട്രഡീഷൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് കോമഡി. ചേർച്ച് profoundly ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ബോത്ത് ഓൾഡ് ഇംഗ്ലീഷ് ആൻഡ് medieval ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, പെർട്ടിക്കുലർലി ത്രൂ ഇറ്റ്സ് റോൾ ഇൻ ഷേപ്പിംഗ് ഡ്രാമാറ്റിക് ഫോംസ് ആൻഡ് ലിറ്റററി തീംസ്. The church fostered literacy through its control of manuscripts and the development of liturgical dramas that later evolved into more secular forms of theatre. ഈ ഒരു ഡ്രാമ എന്നുള്ളത് ഇനീഷ്യലി പെർഫോം ചെയ്തിരുന്നത് ചേർച്ചിലാണ് ടു എഡ്യൂക്കേറ്റ് ദ പോപ്പുലേസ്. ഗ്രാജുവലി മൂവ്ഡ് ഔട്ട്സൈഡ് ചേർച്ച്, ചേർച്ചിന് ഔട്ട്സൈഡായിട്ട് മാറുന്നുണ്ട്. ഔട്ട്സൈഡ് വാൾസ് ആൻഡ് ഇൻ ടു ദ വേർണാക്കുലർ ബിക്കമിങ് ആക്സസിബിൾ ടു എ വൈഡർ ഓഡിയൻസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ ഒരു വേർണാക്കുലറിന് സാധിക്കുന്നുണ്ട്. ഓൾഡ് ഇംഗ്ലീഷ് ഇറ എന്നുള്ളത് ലിറ്ററസി ആൻഡ് ദ ചേർച്ച്. ദ ചേർച്ച് വാസ് എ പ്രൈമറി ഇൻസ്റ്റിറ്റ്യൂഷൻ റെസ്പോൺസിബിൾ ഫോർ പ്രിസർവിങ് ആൻഡ് ട്രാൻസ്മിറ്റിംഗ് നോളജ്. ഈ ഒരു നോളജ് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൈമറി ഇൻസ്റ്റിറ്റ്യൂഷനാണ് ചേർച്ച് എന്നുള്ളത്. അതുപോലെ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ദ ഓൾഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ത്രൂ ദ യൂസ് ഓഫ് മാനുസ്ക്രിപ്റ്റ്സ്. ഇനി നമുക്ക് ലിറ്റർജിക്കൽ ഡ്രാമാസ് എന്താണെന്ന് നോക്കാം. ഏർലി ഫോംസ് ഓഫ് ഡ്രാമ എമർജ് ചെയ്യുന്നുണ്ട് വിത്തിൻ ദ ചേർച്ച്, ഓഫ്റ്റൻ ആസ് എ പാർട്ട് ഓഫ് റിലീജിയസ് സെറമണീസ് ലൈക്ക് ദ ഈസ്റ്റർ ലിറ്റർജി. ദസ് ഷോർട്ട് സിംബലിക് സീൻസ് നോൺ ആസ് ദ ട്രോപ്സ് ഓർ interpolations gradually developed into more elaborate plays. A well-known example of an early liturgical drama എന്നുള്ളത് Caritas was performed during Easter Mass and depicting the story of the three Marys at the tomb of Christ. Influence of church on literature. The church heavily influenced the themes and styles of Old English literature, emphasizing religious morality and salvation. Church എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ തീംസും സ്റ്റൈൽസൊക്കെ ഹെവിലി ഇൻഫ്ലുവൻസ്ഡ് ആണ്. ഇനി മെഡീവൽ ഇംഗ്ലീഷ് എടുത്തൊക്കെ ആണെങ്കിൽ റൈസ് ഓഫ് സെക്യുലർ തിയേറ്റർ, ലിറ്റർജിക്കൽ ഡ്രാമാസ് ഇനീഷ്യലി പെർഫോം ചെയ്യുന്നുള്ളത് ചേർച്ചിലാണ്. എക്സ്പാൻഡഡ് ഇൻ ടു ചേർച്ച് യാർഡീസ് ആൻഡ് പബ്ലിക് സ്പേസസ്, ഇവോൾവ് ചെയ്യുന്നുണ്ട് ഇൻ ടു മിസ്റ്ററി സൈക്കിൾസ്, മിറാക്കിൾ സൈക്കിൾസ് ആൻഡ് മിറാക്കിൾ പ്ലേസ് ആൻഡ് മൊറാലിറ്റി പ്ലേസ്. വേർണാക്കുലർ ഡ്രാമ എന്നുള്ളത് ദ ഷിഫ്റ്റ് ടു വേർണാക്കുലർ ലാംഗ്വേജ് മെയ്ഡ് ഡ്രാമ മോർ ആക്സസിബിൾ ടു എ വൈഡർ ഓഡിയൻസ് ആൻഡ് അലൗഡ് ഫോർ ദ ഇൻകോപ്പറേഷൻ ഓഫ് ലോക്കൽ കസ്റ്റംസ് ആൻഡ് ഫോക്ക് ട്രഡീഷൻസ്. സൈക്കിൾ പ്ലേസ് ദസ് പ്ലേസ് ഓഫ്റ്റൻ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് ഓൺ പെഗൻസ് ടോർഡ് ടൗൺസ് ആൻഡ് സിറ്റീസ്, പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് ബൈബിളിക്കൽ സ്റ്റോറീസ് ആൻഡ് മോറൽ ലെസൺസ് ടു ദ പബ്ലിക്. ചേർച്ചിൻ്റെ കണ്ടിന്യൂ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് എന്നുള്ളത് ഡെസ്പൈറ്റ് ദ ഇൻക്രീസിങ് സെക്യുലറൈസേഷൻ ഓഫ് ഡ്രാമ ദ ചേർച്ച് കണ്ടിന്യൂ ടു എക്സേർട്ട് എ സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഓൺ മിഡീവൽ ലിറ്ററേച്ചർ, ഷേപ്പിംഗ് തീംസ്, ക്യാരക്ടേഴ്സ് ആൻഡ് മൊറാലിറ്റി. അതുപോലെ തന്നെ ചേർച്ച് ഇൻസ്പയർഡ് ലിറ്ററേച്ചർ എക്സാമ്പിൾസ് എന്താണെന്ന് നോക്കാം. വർക്ക്സ് ലൈക്ക് പിയേഴ്സ് പ്ലോമാൻ,
അതുപോലെ തന്നെ ആൻഡ് ദ പ്ലേസ് വിത്തിൻ ദ യോക്ക് ആൻഡ് ചെസ്റ്റർ സൈക്കിൾസ് ഓഫ് മിസ്റ്ററി പ്ലേസ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ദ ചേർച്ച് പെർവസീവ് ഇൻഫ്ലുവൻസ് എന്നുള്ളത്. മൊറാലിറ്റി, മിറാക്കിൾ ആൻഡ് മിസ്റ്ററി പ്ലേസ് എന്നുള്ളത് മിഡീവൽ വെർണാക്കുലർ ഡ്രാമയിലെ പോപ്പുലർ ഫോംസ് ആണ്. ഇവോൾവിംഗ് ഫ്രം ഓൾഡ് ഇംഗ്ലീഷ് ടു മിഡീവൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പ്രൈമർലി സെർവ് ചെയ്യുന്നുള്ളത് റിലീജിയസ് ആൻഡ് ഡിഡാക്റ്റീവ് പേർപ്പസ്. മിസ്റ്ററി പ്ലേസ് എന്നുള്ളത് റീടോൾഡ് ബൈബിളിക്കൽ സ്റ്റോറീസ്. മിറാക്കിൾ പ്ലേസ് എന്നുള്ളത് ഫോക്കസ് ചെയ്യുന്നുണ്ട് ഓൺ സയൻസ് ലീവ്സ് ആൻഡ് മൊറാലിറ്റി പ്ലേസ് യൂസ് ചെയ്യുന്നുണ്ട് അലിഗറൽ ക്യാരക്ടേഴ്സ് ടു ടീച്ച് മോറൽ ലെസൺസ്. ഇനി മിസ്റ്ററി പ്ലേസ് എന്താണെന്ന് നോക്കിയാൽ ഈ ഒരു പ്ലേസ് എന്നുള്ളത് ഓഫ്റ്റൻ പെർഫോംഡ് ഇൻ സൈക്കിൾസ് ഡ്രമാറ്റൈസർ കീ ഇവൻറ്റ്സ് ഫ്രം ദ ബൈബിൾ ഫ്രം ക്രിയേഷൻ ടു ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ്. ക്രിയേഷൻ മുതൽ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് വരെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു കീ ഇവൻറ്റ്സ് ഒക്കെ ഈ ഒരു ഡ്രാമയിലുണ്ട്. അതുപോലെ തന്നെ ലോക്കൽ കമ്മ്യൂണിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്ലേസ്. സംടൈംസ് ഓൺ പെഗൻ വാഗൺസ് ദാറ്റ് മൂവ്ഡ് ത്രൂ ടൗൺസ്. മിറാക്കിൾ പ്ലേസ് എന്നുള്ളത് ഓൾസോ നോൺ ആസ് സെയിൻസ് പ്ലേസ് റീകൗണ്ടഡ് ദ മിറാക്കിൾസ് ആൻഡ് ലിവ്സ് ഓഫ് സയൻസ് ഓഫ്റ്റൻ ഫ്യൂച്ചറിങ് ദർ ഇൻ്റർവെൻഷൻ ഇൻ എവറിഡേ ലൈഫ്. മൊറാലിറ്റി പ്ലേസ് എന്നുള്ളത് എമേർജ് ചെയ്യുന്നുണ്ട് ഫ്രം മിസ്റ്ററി ആൻഡ് മിറാക്കിൾ പ്ലേസ് വേർ അലിഗറൽ ഡ്രാമാസ് ദാറ്റ് ഫ്യൂച്ചേർഡ് അബ്സ്ട്രാക്ട് കൺസെപ്റ്റ് ആൻഡ് മോറൽ ക്യാരക്ടേഴ്സ് ലൈക്ക് ഗുഡ്, ഡെഡ്, വൈസ് ആൻഡ് ഡെത്ത് എൻഗേജ്ഡ് ഇൻ എ ബാറ്റിൽ ഫോർ ദ സോൾ ഓഫ് ദ പ്രൊട്ടഗണിസ്റ്റ്. ദ ചേർച്ച് സിഗ്നിഫിക്കൻ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ബോത്ത് ഓൾഡ് ഇംഗ്ലീഷ് ആൻഡ് മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഷേപ്പിംഗ് തീംസ്, ഷോണേഴ്സ് ആൻഡ് ഈവൻ ദ ലാംഗ്വേജ് ഇറ്റ് സെൽഫ്. ഇൻ ഓൾഡ് ഇംഗ്ലീഷ് ചേർച്ച് എന്നുള്ളത് ഫോസ്റ്റർ ചെയ്യുന്നുള്ളത് ലിറ്ററസി അതുപോലെ തന്നെ പ്രിസർവ് ചെയ്യുന്നുണ്ട് നോളജ്. വൈൽ മിഡിൽ ഇംഗ്ലീഷ് എന്നുള്ളത് കണ്ടിന്യൂ ടു ബി എ മേജർ ഫോഴ്സ് അലോങ് സൈഡ് അതർ ഇൻഫ്ലുവൻസസ് ലൈക്ക് ഷിവൽറി ഷേപ്പിംഗ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ വെർണാക്കുലർ ലിറ്ററസി ട്രഡീഷൻ. ഓൾഡ് ഇംഗ്ലീഷ് ആൻഡ് ദ ചേർച്ച് ലിറ്ററസി ആൻഡ് നോളജ്. ചേർച്ച് പ്ലേയുടെ എ ക്രൂഷ്യൽ റോൾ ഇൻ പ്രൊമോട്ടിംഗ് ലിറ്ററസി. ചേർച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ലിറ്ററസി പ്രൊമോട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഒരു ക്രൂഷ്യൽ റോൾ വഹിക്കുന്നുണ്ട്. പെർട്ടിക്കുലർലി ഇൻ മൊണാസ്റ്ററീസ് ആൻഡ് കത്തഡ്രൽസ് വിച്ച് ബിക്കം സെൻറ്റേഴ്സ് ഓഫ് ലേണിംഗ് ആൻഡ് സ്ക്രിപ്റ്റോറിയ. പ്രിസർവേഷൻ ഓഫ് ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നുള്ളത് മച്ച് ഓഫ് ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എസ്പെഷ്യലി പോയട്രി എന്നുള്ളത് പ്രിസർവ്ഡ് വിത്തിൻ മൊണാസ്റ്റിക് ലൈബ്രറീസ് ആൻഡ് മാനുസ്ക്രിപ്റ്റ്സ്. റിലീജിയസ് തീംസ് ആൻഡ് ഷോണേഴ്സ് എന്നുള്ളത് ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഓഫ്റ്റൺ ഫ്യൂച്ചേർഡ് റിലീജിയസ് തീംസ് ആണ് ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഫ്യൂച്ചർ ചെയ്യുന്നുള്ളത് സച്ചസ് ബൈബിളിക്കൽ നറേറ്റീവ്സ് അതുപോലെ തന്നെ സയൻസ് ലൈവ്സ് ആൻഡ് റിലീജിയസ് ഡിഡാക്റ്റിക് പോയംസ് അതുപോലെ തന്നെ ചേർച്ചിൻ്റെ ഇൻഫ്ലുവൻസിനെ ഡിമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിലുണ്ടായിട്ടുള്ള റിലീജിയസ് തീംസും അതുപോലെ തന്നെ ഷോണേഴ്സും പറയുന്നുള്ളത്. ഇനി എക്സാമ്പിൾസ് എടുത്തു നോക്കുകയാണെങ്കിൽ വർക്ക്സ് ലൈക്ക് കോഡ്മാൻസ്, ഹൈമൻ ആൻഡ് അതർ റിലീജിയസ് നെറേറ്റീവ്സ് ഇൻ ദ എക്സ്റ്റർ ബുക്ക് ഡിമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട് ദ ഏർലി ഇൻഫ്ലുവൻസ് ഓഫ് ദ ചേർച്ച് ഓൺ ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇനി മിഡിൽ ഇംഗ്ലീഷ് ആൻഡ് ദ ചേർച്ച് കണ്ടിന്യൂഡ് ഇൻഫ്ലുവൻസ്. ചേർച്ച് എന്ത് ചെയ്യുന്നുണ്ട്? മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ റിമൈൻഡ് എ മേജർ ഇൻഫ്ലുവൻസ് ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യുന്നുണ്ട് വിത്ത് റിലീജിയസ് തീംസ് ആൻഡ് ഷോണേഴ്സ് കണ്ടിന്യൂയിങ് ടു ബി പ്രോമിനൻ്റ്. റിലീജിയസ് തീംസും ഷോണേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊമിനൻ്റ് ആയിട്ട് തന്നെ തുടരുന്നുണ്ട്. വേർണാക്കുലർ ലിറ്ററേച്ചർ എന്നുള്ളത് ചേർച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ലിറ്ററസി പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അലോങ് സൈഡ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ നോർമൻ കോൺക്വസ്റ്റ് ആൻഡ് ഫ്യൂഡലിസം കോൺട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ വേർണാക്കുലർ ലിറ്റററി ട്രഡീഷൻ ഇൻ മിഡിൽ ഇംഗ്ലീഷിൽ വേർണാക്കുലർ ലിറ്റററി ട്രഡീഷൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ബൈബിൾ ട്രാൻസ്ലേഷൻസ് ആൻഡ് ദ റൈസ് ഓഫ് വേർണാക്കുലർ. ട്രാൻസ്ലേഷൻ ഓഫ് ദ ബൈബിൾ ഇൻ ടു മിഡിൽ ഇംഗ്ലീഷിലേക്കുള്ള ബൈബിളിൻ്റെ ട്രാൻസ്ലേഷൻ എന്നുള്ളത് പെർട്ടിക്കുലർലി വൈക്ലിഫ്സ് ബൈബിൾ എന്നുള്ളത് വാസ് എ സിഗ്നിഫിക്കൻറ്റ് ഇവൻറ്റ് ദാറ്റ് ഫർദർ എസ്റ്റാബ്ലിഷ്ഡ് ഇംഗ്ലീഷ് ആസ് എ ലിറ്റററി ലാംഗ്വേജ് ആൻഡ് കോൺട്രിബ്യൂട്ടഡ് ടു ദ റൈസ് ഓഫ് റിലീജിയസ് ഡിസെൻറ്റ്. ഈ ഒരു ട്രാൻസ്ലേഷൻ എന്നുള്ളത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇവൻ്റാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആസ് എ ലിറ്റററി ലാംഗ്വേജ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഈ ഒരു ട്രാൻസ്ലേഷനിലൂടെ. അതുപോലെ തന്നെ മറ്റുള്ള ഇൻഫ്ലുവൻസ് എടുത്തു നോക്കുകയാണെങ്കിൽ വൈൽ ദ ചേർച്ച് വാസ് എ മേജർ ഇൻഫ്ലുവൻസ് അതർ ഫാക്ടേഴ്സ് ലൈക്ക് ഷിവൽറി, കോട്ട്ലി ലവ് ആൻഡ് ദ ചേഞ്ചിങ് സോഷ്യൽ ലാൻഡ്സ്കേപ്പ് ഓൾസോ ഷേപ്പ്ഡ് മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ.
അപ്പോൾ ഈ ഒരു ടോപ്പിക്സിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റേതൊക്കെ ടോപ്പിക്കാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ ആ ഒരു ടോപ്പിക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.